എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു പുതിയ വീട് പണിയുകയാണോ പഴയ വീട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണോ നല്ലതെന്ന്. എപ്പോഴും എളുപ്പം ഒരു പുതിയ വീട് പണിയുകയാണ്. കാരണം മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അത് നന്നായിട്ട് ചെയ്തെടുക്കണം. അതാണ് ഈ മെയിൻ്റനൻസിൻ്റെ വരുന്ന വലിയൊരു ഭാഗം. എൻ്റെ പേര് സോണിയ ലിജേഷ്. കൊടകരയിൽ ക്രിയേറ്റീവ് ഇൻറ്റീരിയോ എന്ന സ്ഥാപനം നടത്തുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണിത്. ഈ ഒരു ഫോട്ടോ പഴയ ശ്രദ്ധിക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. വളരെ കളർഫുൾ നേച്ചറുള്ള ഒരു ഡോറായിരുന്നു, മെയിൻ ഡോറായിരുന്നു. സ്റ്റെയിൻ ഗ്ലാസ് പോലെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അത് മാറ്റി ജസ്റ്റ് ഒരു ബിവൽ ഗ്ലാസ് കൊടുത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ, ന്യൂട്രൽ കളേഴ്സിൽ തന്നെ വൈറ്റ് ഷെയ്ഡ് തന്നെ കൊണ്ടുവന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വുഡ് വെച്ച് തന്നെ കവർ ചെയ്തിരിക്കുകയാണ് കംപ്ലീറ്റ്. ടെമ്പർഡ് ചെയ്തിട്ടാണ് ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. ഈ വീട് ചെയ്യാനായിട്ട് ആദ്യം വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഒത്തിരി കളർഫുൾ ആകണ്ട. ദറ്റ് ഈസ് ഹിയർ ഐ ഹാവ് യൂസ് വെരി ന്യൂട്രൽ പെയിൽ ഷെയ്ഡ്സ്. മേജർ കോമ്പിനേഷൻ വൈറ്റ് ആണ്, പിന്നെ ബേജ് കോമ്പിനേഷൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ വളരെ പ്രശ്നക്കാരനൊരു സ്റ്റെയർ ആയിരുന്നു. കാരണം ഇത് ആദ്യം ചെയ്തു വെച്ചിരുന്ന പണിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഹൈറ്റ് 75 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ലോവർ ലെവലിലാണ് ഇത് നിന്നിരുന്നത്. അപ്പോൾ അതൊന്ന് ലിഫ്റ്റ് ചെയ്ത് ഒന്ന് പഴയ രീതിയിലോട്ടാക്കുക, എന്നാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാത്ത രീതിയിൽ വേണം ആ ഡിസൈൻ കൊണ്ടുവരാൻ. അപ്പോൾ ഇത് തന്നെ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അത് ഗ്ലാസ് ഒക്കെ ഒരു എച്ച്ഡ് ഗ്ലാസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഒരു ബിവൽ ഗ്ലാസ്സിലോട്ടൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ പഴയ ഫോട്ടോസൊക്കെ കാണുകയാണെങ്കിൽ സാധിക്കും. ഇവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു, ഗ്രിൽ വിൻഡോ, നോർമൽ വിൻഡോ. ദാറ്റ് ഇസ് എ വെരി സ്ലൈറ്റ് ചേഞ്ചസ് മെയ്ഡ് ഹിയർ. ആ വിൻഡോ ഒന്ന് മാറ്റിയിട്ട് ദാറ്റ് ഇസ് എ സ്ലൈഡിങ് പാർട്ടീഷൻസ് ഗിവൺ ഹിയർ. അതിങ്ങനെ അപ്പോൾ ആ ഇല്യൂഷൻ, ദാറ്റ് ഇസ് എ ഇല്യൂഷൻ ഓഫ് സ്പേസ് ഇസ് ക്രിയേറ്റഡ് ഹിയർ. ആ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സൈഡും കൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ലാൻഡ്സ്കേപ്പ് കുറച്ച് ചെയ്ത് ഒരു ഭംഗിയാക്കുവാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇതിനകത്ത് AC ഒരു പ്രശ്നമായിരുന്നു വെക്കാനായിട്ട്. കാരണം AC വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എസ്തറ്റിക്സിനെ ബാധിക്കും. ഒരു സൈഡിൽ കേർട്ടൻ വരുന്നു, ഒരു സൈഡിൽ വരുന്ന സ്ലൈഡിങ് വിൻഡോസ് വരുന്നു. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കൺസീൽഡ് AC സിസ്റ്റമാണ്. ദിസ് എ നോർമൽ തിങ് അപ്ലൈഡ് ഇൻ ഇൻറ്റീരിയർ നവഡേയ്സ്. വെരി നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC-ൻ്റെ ആ ഒരു ബോക്സും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയെ ബാധിക്കും. അത് യൂഷ്വലി ഇൻറ്റീരിയർ ഡിസൈനർ വെരി കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ കൺസീൽ സിസ്റ്റം ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയയിലോട്ടാണ് സാധാരണ അത് ചെയ്ത് വെക്കുക. കാരണം പുതിയതായിട്ട് പണിയുന്ന വീടുകൾക്കൊക്കെ ഇത് ഈസിയാണ് ഞങ്ങൾക്ക് ഹൈഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിരിക്കുന്ന ഒരു കിച്ചണാണ്. അപ്പോൾ കിച്ചണിൻ്റെ കബേർഡിലോട്ടാണ് ആ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കൺസീൽ സിസ്റ്റം ആ പാട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് വന്നിരിക്കുന്ന ഒരു കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഏരിയയിലാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ട്രാപ്പ് ഡോറിനുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ഭാഗം. ഇത്രയും മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. പഴയ കിച്ചൺ തന്നെ നമ്മളൊന്ന് റീവർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു വാഷ്റൂമിലോട്ടുള്ള എൻട്രി ഒരു ഹിഡൻ ഡോറിലൂടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂസ്ഡ് ക്ലോത്ത്സ് വെക്കാനായിട്ട് ഇവിടെ ഒരു പ്രത്യേകം പ്രൊവിഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ യൂസ്ഡ് ക്ലോത്ത്സ് വെക്കാനുള്ള പ്രൊവിഷനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രെയർ ഏരിയ ആയിരുന്നു. അത് ഒന്നും കൂടെ ഒന്ന് മനോഹരമാക്കിയെടുത്ത് വളരെ സിമ്പിളായിട്ട് ആ ക്രോസ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പ്രെയർ ബുക്കാണെങ്കിലും ബൈബിളാണെങ്കിലും വെക്കാനായിട്ടൊരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഏരിയ ഒരു ചെറിയൊരു ടേബിളായിട്ട് വളരെ സ്ലീക്ക് ഡിസൈൻ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ചെറിയൊരു സ്പേസിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി ഒരു എലോങ്ങേറ്റഡ് സ്പേസിലോട്ട് കൊണ്ടുവരാമെന്നൊരു ആശയം വന്നു.
അങ്ങനെയാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻറ്റയർ ഏരിയ സ്ലാബ് കൊടുത്താൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു റൂം എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് റൂം ആയിരുന്നു ആദ്യം ഇവിടെ വന്ന് കാണുമ്പോൾ. അപ്പോൾ അത് ഡെഡിക്കേറ്റഡ് ഒരു TV സ്പേസും കൂടെ ഇതിൻ്റെ അകത്ത് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോർ ഒരു കൺസേൺ ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം പഴയ ഡോറ് ഒരു 2 ബോത്ത് സൈഡ്സ് ഒരു വിൻഡോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ലൈഡിങ് ആക്കി കൊണ്ടുവരിക ചെയ്തിരിക്കുന്നത്. സെയിം ഡോറ് തന്നെ അതെടുത്തിട്ട് സ്ലൈഡിങ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലൊരു ആർച്ച് ഉണ്ടായിരുന്നു, അതെടുത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ, അപ്പോൾ അതിൻ്റെ ആ സ്വിങ് ചെയ്യുന്ന ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റി ഇതൊരു സ്ലൈഡിങ് ഡോർ ആക്കുകയും അതോടൊപ്പം തന്നെ ഒരു LCD യൂണിറ്റ് ഒക്കെ വെച്ച് ഒരു ചെറിയൊരു TV സ്പേസ് ഏരിയ നമ്മളവിടെ കൊണ്ടുവരികയാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ വീഡിയോ ഇന്നോവേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെ അവസാനിപ്പിക്കണം, എന്ത് കോസ്റ്റ് വരും, എങ്ങനെ ഭംഗിയാവും എന്നൊക്കെ ചില സംശയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സോണിയ മാഡം വന്ന് അത് ഡിസൈൻ തന്ന് ആളുടെ നേതൃത്വത്തിൽ നന്നായിട്ട് കൊണ്ടത് ആൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരികയും ചെയ്ത് നോക്കുകയും ചെയ്തു. എല്ലാ ഡയറക്ഷൻസും ഞങ്ങൾക്ക് തന്നിരുന്നു, എല്ലാ ലുക്ക് ആൻഡ് കോർണർ ആൾ നോക്കിയിരുന്നു. നമ്മൾ ഇതിനെപ്പറ്റി ഇൻറ്റീരിയർ ചെയ്യണം എന്ന് വിചാരിച്ചു. വീട് അധികം ഇൻറ്റീരിയർ ചെയ്തിരുന്നില്ല. അപ്പോൾ അത് ചെയ്യണം എന്നൊരു ഉദ്ദേശം വന്നപ്പോൾ നമ്മൾ 1-2 പേരെയൊക്കെ സമീപിച്ചിരുന്നു. അതിനുശേഷമാണ് കുറച്ചും കൂടിയും കംഫർട്ടബിളാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റീച്ചബിളാണ് സോണിയ എന്ന് വിചാരിച്ചു. നമുക്ക് സോണിയ ഞങ്ങൾക്ക് പേഴ്സണലി പരിചയം ഉണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് ക്രിയേറ്റീവ് ഇൻറ്റീരിയറെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും ഈ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. 100% സാറ്റിസ്ഫൈഡ് ആണ് വർക്കിൽ.